ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞ് 2 ആഴ്ച സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള 10 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് ചാനലിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ 2 വീക്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലോ ഓവുലേഷൻ കഴിഞ്ഞിട്ട്, ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ച സമയമാണ് നമ്മുടെ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രഗ്നൻസി ആകാനും അതുപോലെ ഇപ്പോൾ പീരിയഡ്സ് ആണെങ്കിലും നമുക്ക് ഉണ്ടാകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 2 വീക്സിനൊക്കെ ശേഷമായിരിക്കും. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മൾ വിറ്റമിൻ മെഡിസിനുകൾ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേര് വിറ്റമിൻ മെഡിസിൻസ് എടുക്കാത്തവരുണ്ട്. നമ്മൾ എടുക്കേണ്ട വിറ്റമിൻസ് എന്ന് പറയുന്നത് മൾട്ടി വിറ്റമിൻ എടുക്കാം, അല്ലെങ്കിൽ അയണിന്റെ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ് എടുക്കാം, അല്ലെങ്കിൽ വിറ്റമിൻ ഇയുടെ എടുക്കാം. അതോടൊപ്പം തന്നെ കാൽസ്യത്തിന്റെയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കുഞ്ഞിന്റെ വൈറ്റൽ ഡെവലപ്മെന്റിനും അതുപോലെ ഓവറോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഈ പ്രിനേറ്റൽ വിറ്റമിൻസ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് എടുക്കാത്തവർക്ക് നമ്മൾ പോലും അറിയാതെ തന്നെ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായി പോകുന്നതിനും അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ മിസ്കാരേജ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പ്രിനേറ്റൽ വിറ്റമിൻസ് നമ്മൾ എപ്പോഴാണോ പ്രഗ്നൻസി ട്രൈ ചെയ്ത് തുടങ്ങുന്നത് അതിനേക്കാൾ ഒരു 3 മാസം മുൻപ് മുതൽ എടുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ ഡെഫിഷ്യൻസീസ് ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അണ്ടത്തിന്റെ ക്വാളിറ്റി കുറവുണ്ടാവുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരാതിരിക്കുന്നതിനും ഒക്കെ അത് കാരണമാകുന്നു. അതുപോലെ തന്നെ ഈ വിറ്റമിൻസ് ഒക്കെ പുരുഷനും എടുക്കുന്നത് നല്ലതാണ്. സെമന്റെ ഓവറോൾ ഡെവലപ്മെന്റിനും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും DNA ഫോർമേഷനും അതിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് വരുന്നതിനും ഒക്കെ ഈ വിറ്റമിൻസ് എടുക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ച സമയത്ത് നിങ്ങൾ വിറ്റമിൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിറ്റമിൻ എടുക്കണമെന്ന് പറയുന്നത് കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി ഡയറക്റ്റ് ആയിട്ട് ആരും ഒരു മെഡിസിനും മേടിച്ച് കഴിക്കാതിരിക്കാം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടറെ പോയി, ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പോയി ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ഈ ഒരു മെഡിസിൻ എടുക്കുക. തൊട്ടടുത്തുള്ള ഫിസിഷ്യനെ കാണാൻ പോവുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ഫിസിഷ്യനെ പോയി കാണുകയോ, ഇൻ കേസ് നിങ്ങളുടെ അടുത്തൊരു ആശാ വർക്കർ ഉണ്ടെങ്കിൽ അവരെ സമീപിച്ച് പ്രഗ്നന്റ് ആകാനായിട്ട് നോക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള വിറ്റമിൻ മെഡിസിൻ തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു തരുന്നതാണ്. ഇങ്ങനെയും നിങ്ങൾ മെഡിസിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് വേണ്ട ഒരു ഡോസേജ് ഉണ്ട്. ആ ഡോസേജിലും അതുപോലെ തന്നെ എത്ര ന്യൂട്രിയൻസ് നിങ്ങൾക്ക് വേണമെന്നുള്ളതും ഒരു ഡോക്ടർക്കായിരിക്കും കൃത്യമായിട്ട് അറിയാവുന്നത്. എത്ര mg വേണമെന്നുള്ള കണക്കൊക്കെ ഒരു ഡോക്ടർക്കായിരിക്കും അറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാത്രം നിങ്ങൾ മെഡിസിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മെഡിസിൻ മേടിച്ച് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് കഴിച്ചിട്ട് നിർത്തിയവരുണ്ട്. പിന്നെ അഗൈൻ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ആ വിറ്റമിൻസ് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഈ കേസ് ശരിക്കും വരുന്നത് ഹസ്ബൻഡ് ഗൾഫിലോട്ട് പോയിട്ടുള്ള സ്ത്രീകൾക്കാണ്. ആ സമയത്ത് ട്രൈ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ പ്രിസ്ക്രിപ്ഷൻ കയ്യിലുണ്ടെങ്കിൽ അത് കാണിച്ച് ഹസ്ബൻഡ് വരുന്നതിന് ഒരു 3 മാസം മുൻപൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവുലേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ച സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിനെ ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ വെക്കുക. ഓരോ സന്തോഷമുള്ള കാര്യങ്ങൾ തേടി നിങ്ങൾ ഇങ്ങനെ നടക്കുക. അല്ലാതെ നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഒരുപാട് പേരുണ്ട് ഫ്രണ്ട്സായിട്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി ചാനലിൽ വായിച്ചിട്ടുണ്ടായുള്ളൂ. ആ കുട്ടിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിരുന്നു, സ്കാനും ചെയ്തു, ഡോക്ടർ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഏതോ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തൊരു നല്ലൊരു ഇൻഫർമേഷൻ അല്ലാത്ത കാര്യം മനസ്സിലിട്ട് ആലോചിച്ച് കുഴപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഹാപ്പിനെസ് വരുന്നത് ആരാണോ അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഹാപ്പിനെസ് വരുന്നത് ഏതൊക്കെ യൂട്യൂബ് ചാനലാണോ അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ, സ്ട്രെസ് ആവുന്നുണ്ടെങ്കിൽ, അത് ഇവൺ എന്റെ ചാനൽ കണ്ടിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ആ ചാനൽ ആ സമയത്ത് കാണാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. അതായത് ഇനി ഇപ്പം നടക്കണ്ട, കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കുമ്പിട്ട് നിവർന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി നഷ്ടമായി പോകും, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും നമ്മൾ സെഡൻഡറി ആയിട്ട് എത്രത്തോളം നിൽക്കുന്നു അത്രത്തോളം നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യത അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം ഫിസിക്കലി ആക്റ്റീവ് ആണോ ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, നമ്മൾ ഉന്മേഷമുള്ളവരായിട്ടിരിക്കും, നമ്മൾ ഹാപ്പിനെസ് നമുക്ക് തന്നെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ സമയത്ത് ബ്രീത്തിങ് എക്സസൈസും വാക്കിങ്ങും ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. മറ്റുള്ള കൂടി എക്സസൈസ് ഒക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നവയാണ് ബ്രീത്തിങ് എക്സസൈസും അതുപോലെ വാക്കിംഗ് ഒക്കെ കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക. എത്രത്തോളം വെള്ളമാണോ നിങ്ങൾ ഓവുലേഷന് മുൻപുള്ള സമയം കുടിച്ചിരുന്നത് അതിനേക്കാളും 1 ലിറ്ററെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1/2 ലിറ്ററെങ്കിലും വെള്ളം നിങ്ങൾ കൂടുതൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ.
അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങുക. മസ്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങുക. ഉറക്കത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് വെക്കരുത്. ഏതൊക്കെ ജോലികൾ നിങ്ങൾക്ക് തീർക്കാനുണ്ടെന്ന് പറഞ്ഞാലും ഉറക്കത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ പല ഹോർമോൺ പ്രവർത്തനങ്ങളും അവിടെ കൃത്യമായിട്ട് നടക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രവർത്തനം വർദ്ധിക്കും. സ്ട്രെസ് ഹോർമോൺസ് കൂടുകയാണെങ്കിൽ നിങ്ങളുടെ ഇംപ്ലാന്റേഷനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും കേട്ടോ. ആറാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, നട്ട്, ഫിഷ് ഇതെല്ലാം നിങ്ങൾ ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. വെജിറ്റബിൾസ് കഴിക്കുന്നില്ല, ഇത് കഴിക്കാമോ അത് കഴിക്കാമോ എന്ന സംശയങ്ങളുണ്ട്. നിങ്ങൾ ഏത് വെജിറ്റബിൾ കഴിച്ചാലും ഈവൻ ഏത് ഫ്രൂട്ട് നിങ്ങൾ കഴിച്ചാലും അത് വളരെ കുറച്ച് മാത്രം നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഓറഞ്ച് കഴിക്കുന്നവർ ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ വിറ്റമിൻ സി ശരീരത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു 3-4 ഓറഞ്ച് ഒരു ദിവസം നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ചൂട് കൂടുമെന്ന് പേടിച്ചിട്ടോ മിസ്കാരേജ് ഉണ്ടാകുന്നോ ഒക്കെ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാങ്ങ കഴിക്കേണ്ട ആവശ്യമില്ല. എന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അത് നിങ്ങൾ കേട്ടാൽ മതി. ആ ഒരു സമയത്ത് ഒരു ഭക്ഷണവും നിങ്ങൾ കൂടുതലായിട്ട് എടുക്കാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പീരിയഡ്സിന്റെ രണ്ടാമത്തെ ദിവസം മുതൽ നല്ലപോലെ തിളപ്പിച്ചിട്ട് നിങ്ങൾ കുടിക്കുക. അതുപോലെ ഫിഷ് ആണെങ്കിലും എല്ലാ ഗുണങ്ങളും തന്നെ ആൽമണ്ടിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് പ്രഗ്നന്റ് നിങ്ങളെ സഹായിക്കും. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതെല്ലാം നിങ്ങൾ ആ ഒരു സമയത്ത് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് ആണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ, അതായത് സ്ത്രീകൾക്ക് താല്പര്യമില്ലാതെ ഫിസിക്കൽ കോണ്ടാക്ട് ഒട്ടും തന്നെ ചെയ്യാനായിട്ട് പാടില്ല. സ്ത്രീകളും ഫിസിക്കലി ആക്റ്റീവ് ആണെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു തവണയൊക്കെ ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ സ്ത്രീകൾക്ക് താല്പര്യമില്ലാതെ ചെയ്യുമ്പോഴേക്കും അത് ഒരുപാട് ഡിസ്കംഫർട്ട് സ്ത്രീ ശരീരത്തിൽ ഉണ്ടാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല, ഓവുലേഷൻ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനും പെട്ടെന്ന് പീരിയഡ്സ് ആവുന്നതിനും കാരണമാകുന്നു. ഒരുപാട് പേരുണ്ട് പെട്ടെന്ന് പീരിയഡ്സ് ആകുന്ന ആളുകൾ. അതൊക്കെ ഉണ്ടാകുന്നതിന് ഇത് കാരണമാവും കേട്ടോ. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഔട്ട്സൈഡ് ഫുഡ് കഴിക്കാതിരിക്കുക. പാക്കറ്റിൽ വരുന്ന ചെറു എണ്ണയിൽ വറുത്ത പലഹാരങ്ങളാണെങ്കിൽ കൂടി തന്നെയും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ എടുക്കാതിരിക്കുക. ഇതെല്ലാം ഒരുപാട് കുക്ക് ചെയ്തിട്ടുള്ള എണ്ണയിലായിരിക്കും പിന്നെയും അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടുതൽ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അജിനോമോട്ടയോ ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു സമയത്ത് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ 3 തവണ കഴിക്കുന്നുണ്ടെങ്കിൽ അത് 2 ആക്കിയോ 1 ആക്കിയോ ചുരുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡേ ടൈമിൽ ഉറങ്ങാതിരിക്കുക. രാവിലെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒട്ടും ഉറങ്ങാനായിട്ട് പാടില്ല ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ. കാരണം നിങ്ങൾ രാവിലെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് ഉറക്കം കുറയും. രാത്രി ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഓരോ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇത് പ്രഗ്നൻസിയുടേതാണോ ഇത് പീരിയഡ്സിന്റെ ആണോ എന്ന് നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കാനായിട്ട് തുടങ്ങും. ആ പ്രവണത കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ ഡേ ടൈമിൽ ഉറങ്ങാതിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഏർലി ടൈമിൽ പ്രഗ്നൻസി ചെക്ക് ചെയ്യാതിരിക്കുക. ഏർലി ടൈം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ചില ആളുകളുണ്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6ാമത്തെ ദിവസം മുതൽ തന്നെ പ്രഗ്നൻസി കാർഡ് ഉപയോഗിച്ച് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. 6ാമത്തെ ദിവസമൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ മാസവും പോയി എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ ടെൻഷൻ ആവാനായിട്ട് തുടങ്ങും, നിങ്ങൾ സ്ട്രെസ്ഡ് ആവാനായിട്ട് തുടങ്ങും. ഭർത്താവിനെ എങ്ങനെ ഫേസ് ചെയ്യും, ഭർത്താവിന്റെ വീട്ടുകാരെങ്ങനെ ഫേസ് ചെയ്യും, നാട്ടുകാരെങ്ങനെ ഫേസ് ചെയ്യും, ഇങ്ങനെ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് ആശയക്കുഴപ്പത്തിൽ കൊണ്ടുതന്നെ എത്തിക്കും. അതുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എപ്പോഴാണോ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അത് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 3ാമത്തെയോ അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു 4ാമത്തെ ആഴ്ചയൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% ആക്യുറേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. പ്രോപ്പറായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സമയത്ത് മാത്രം ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. ഒരുപാട് തവണ തുടർച്ചയായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യാതെ ഇരുന്ന് മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടും. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ച നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകാനും സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.